നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസി മലയാളികൾക്ക് നൽകുന്നത്. യാത്രാവിലക്ക് നീട്ടിയും സർവീസിൽ നിന്ന് ഒഴിവാക്കിയുമൊക്കെയുള്ള തീരുമാനങ്ങൾ വളരെയധികം ദോഷകരമായി പ്രവാസികളെ ബാധിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റൊരു നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് പ്രവാസികൾ. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് UAE പ്രവേശന വിലക്ക് കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. ഇതോടെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസി മലയാളികളുടെ ദുരിതം ഏറുകയാണ്. ഇത് മൂന്നാം തവണയാണ് പ്രവേശന വിലക്ക് നീട്ടുന്നത്. ഏപ്രിലിൽ തുടങ്ങിയ പ്രവേശന വിലക്ക് എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികളും കാത്തിരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളായിട്ടും അടുത്ത ബന്ധുക്കളുടെ മരണം ഉൾപ്പെടെയുള്ള അത്യാവശ്യങ്ങൾക്ക് നാട്ടിൽ പോയവരാണ് കുടുങ്ങിയവരിൽ ഏറെയും. വിസ കാലാവധി കഴിയാറായതോടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയുള്ളവരും എങ്ങനെയെങ്കിലും UAEയിലെത്താൻ ശ്രമിക്കുകയാണ്. നിലവിൽ വിസ കാലാവധി കഴിഞ്ഞവരുടെ കാര്യത്തിൽ അനുകൂലമായി മാനുഷിക പരിഗണന UAE അധികൃതരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻ പുരിയും കഴിഞ്ഞ ദിവസം ഉറപ്പുകൊടുത്തിരുന്നു. വിഷയം UAE അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുഭാവപൂർവമായ തീരുമാനമുണ്ടാകുമെന്നും ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂറും അറിയിച്ചിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കെങ്കിലും UAEയിൽ എത്രയും പെട്ടെന്ന് എത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് പ്രവാസികൾ ഉയർത്തുന്ന പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യം ഉയർന്നുണ്ട്. നാട്ടിൽ കുടുങ്ങിയതോടെ UAEയിലെ സ്വന്തം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരും ഉണ്ട്. ദുബായിൽ സ്വന്തമായി ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയ എറണാകുളം പാലാരിവട്ടം സ്വദേശികളായ മുകേഷ് ലാലിനും കുടുംബത്തിനും നാട്ടിൽ കുടുങ്ങിയതോടെ ഷോപ്പ് അടയ്ക്കേണ്ടി വന്നു. നീണ്ടകാലത്തെ അധ്വാനവും വൻ മുതൽ മുടക്കും വെറുതെ ആയതിന്റെ വിഷമത്തിലാണ് പലരും. കൂടാതെ വിസ കാലാവധി കഴിയാറായതും വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നാട്ടിൽ കുടുങ്ങിയ ഒട്ടേറെ സ്ഥാപന ഉടമകൾ ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രധാനമായും വാടക കൊടുക്കുക, കരാർ പുതുക്കുക, വിസ പുതുക്കുക ഇവയെല്ലാം വൈകുന്നത് സ്ഥാപന നടത്തിപ്പിനെ സാരമായി തന്നെ ബാധിക്കുമെന്ന അവസ്ഥയാണ്. കോവിഡ് വെല്ലുവിളികൾക്കിടയിലും നിർബന്ധിത സാഹചര്യത്തിൽ ഏപ്രിൽ ആദ്യവാരം നാട്ടിലേക്ക് പോയ പലർക്കും പ്രവേശന വിലക്ക് വമ്പൻ തിരിച്ചടിയായി. UAEയിൽ അപ്പോൾ വിമാന വിലക്കില്ലാത്തതിനാൽ പെട്ടെന്ന് തിരിച്ചെത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ. അതേസമയം വിമാന സർവീസുകൾ എന്ന് തുടങ്ങുമെന്നറിയാൻ ഏറെ അന്വേഷണങ്ങളാണ് ട്രാവൽ ഏജന്റുമാർക്ക് ദിവസവും ലഭിക്കുന്നത്. നിലവിൽ UAE വിലക്കേർപ്പെടുത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച ശേഷം UAEയിലേക്ക് പോകാമെന്നതാണ് ഇപ്പോഴുള്ള ഏക സാധ്യത. എന്നാൽ വലിയ മുതൽ മുടക്കുള്ള കാര്യം കൂടിയാകുന്നു ഇത്. രണ്ടാമത്തേത് വാക്സിൻ തന്നെയാണ്. കോവാക്സിനും കോവിഷീൽഡുമാണ് ഇന്ത്യ നൽകി വരുന്നത്. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നതിൽ കോവിഷീൽഡും കോവാക്സിനുമില്ല. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ കോവിഷീൽഡിന് അംഗീകാരം നൽകിയിരുന്നു. ഇതുപോലെ പല ഗൾഫ് രാഷ്ട്രങ്ങളും അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.